ഹായ്, അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തത് നീലൂസ് ഫേവറേറ്റ് ലഞ്ച് സീരീസ് 2 ആണ്. അതായത് ഇതിന് മുന്നേ ഇട്ടത് ചിക്കൻ റൈസ് ആയിരുന്നു, ഇന്ന് എഗ് റൈസ് അല്ലെങ്കിൽ മുട്ടച്ചോറും. സാധാരണ ഇത് പിന്നെ മുട്ടച്ചോറാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ആവശ്യം മുട്ടയാണ്. ഞാൻ 4 മുട്ട എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ മുട്ടയിലേക്ക് ജസ്റ്റ് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയിട്ട് നല്ലോണം അടിച്ച് വെച്ചതാട്ടോ. അപ്പോൾ നിങ്ങൾ എത്ര റൈസാണ് എടുക്കണം അതിനനുസരിച്ചുള്ള മുട്ട എടുക്കാൻ ഞാൻ 4 മുട്ടയാണ് എടുത്തത്. അപ്പോൾ 4 മുട്ട ഉപ്പും കുരുമുളക് പൊടി ഇട്ടത് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ 2 വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ അതേ കറിവേപ്പില, മല്ലിച്ചപ്പ്, പിന്നെ ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, കാശ്മീരി ചില്ലി പൗഡർ ആവശ്യത്തിന് ഇത്തിരി മതി കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ അതേ വെളിച്ചെണ്ണ, കടുക്, ഗരം മസാല, പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ റൈസ്. എന്ത് റൈസൊന്നും എടുക്കാം കേട്ടോ. ഞാൻ പക്ഷെ നമ്മൾ സാധാരണ കഴിക്കുന്ന റൈസില്ലേ, വീട്ടിൽ തന്നെ ഉണ്ടാക്കണം, ആ റൈസ് ഇട്ടാട്ടോ എപ്പോഴും ഉണ്ടാക്കാറ്. പിന്നെ അത് പാൻ അടുപ്പത്തിച്ചൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ ഇത്തിരി വലിയ ഇല ഇടാം, വേണമെങ്കിൽ ഇത്തിരി ഇടാം. ഞാൻ ഇട്ടില്ല, കറിവേപ്പില മാത്രമേ ഇട്ടുള്ളൂ. കറിവേപ്പില ഒന്ന് ഇതായി വരുമ്പോഴേക്കും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയിടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ചിടാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് പേസ്റ്റ് ആണെന്നുള്ളതെങ്കിൽ നമുക്ക് പേസ്റ്റും ആഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമില്ല. എങ്ങനെയാണ് എന്താണുള്ളത് അങ്ങനെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൊരിഞ്ഞൊന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും നമ്മളത് എടുത്തു വെച്ചേക്കണം സവോള ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 വലിയ സവോളയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്ര റൈസാണോ എടുക്കണത് അതിനനുസരിച്ച് സവോള എടുത്തത്. ഞാൻ എടുത്തിട്ടുള്ള റൈസിൻ്റെ അളവാട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ 2 വലിയ സവോള ആട്ടോ എടുത്തത്. നല്ലോണം ചെറുതായിട്ട് അരിയുക. എന്നിട്ട് ഇത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ ഉപ്പ്, പിന്നെ ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി മുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അതുകൊണ്ട് കൂടി പോവാതെ ഇട്ട് കൊടുക്കുക. ഇപ്പം ഒരിത്തിരി ഉപ്പിട്ടിട്ട് ലാസ്റ്റ് റൈസ് ഇട്ട ശേഷം നോക്കിയിട്ട് ബാക്കി ഉപ്പ് ചേർത്താൽ മതി, അപ്പം കറക്റ്റായിരിക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലോണം ഞാൻ വഴറ്റുന്നുണ്ട്. ഇതൊന്ന് ഒരുപാടങ്ങ് വഴണ്ട് പോകണ്ട, ഒരു അര പരുവൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നല്ലോണം ഉള്ളിയായിട്ടൊന്ന് യോജിപ്പിച്ച ശേഷം തക്കാളി ഒന്ന് ഉടഞ്ഞു തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കും. ഗരം മസാല ഇപ്പോൾ കുറച്ചിട്ടാൽ മതി. എന്നിട്ട് നമുക്ക് റൈസ് ഇട്ടിട്ട് ലാസ്റ്റ് ഒരു ഇത്തിരി ഇടണം. അതുകൊണ്ട് ഇപ്പം നമ്മൾ എത്രയാണ് ഇടണം അതിൻ്റെ പകുതി ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് മുളക് പൊടി ഇടാം. മുളക് പൊടി ഞാൻ ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട്, എരിവിന് വേണ്ടിയിട്ടല്ല കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട സമയത്ത് തന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ നീലു ബേബിക്ക് കൊടുക്കണോണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാണ്ടിരുന്നത്. നമുക്ക് വീട്ടിൽ വലിയവർക്ക് കഴിക്കാനാണെങ്കിൽ പച്ചമുളകൊക്കെ ഇടാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പിള്ളേർക്ക് എരിവ് പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ അത് ഇതുപോലെ ഒന്ന് കൂട്ടൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് നമുക്ക് നടുക്ക് മുട്ട ഒഴിച്ചൊന്ന് ചിക്കിയെടുക്കാം. ഞാൻ പിന്നെ ഒരുമിച്ചിട്ട് ചിക്കാത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാകുമ്പം ഉള്ളിയും കൂട്ടും സെപ്പറേറ്റ്, മുട്ട സെപ്പറേറ്റ് എടുക്കും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ 2 സ്റ്റെപ്പായിട്ട് മുട്ട ഒഴിച്ചിട്ടാണ് ചിക്കിയെടുത്തത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കൊത്തി കൊടുക്കുക. എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് ചെറുതായി വരാനാട്ടോ. മുട്ട ചിക്കിയത് ഒരു ചെറുതായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുത്തത്. എന്നിട്ട് നമ്മൾ നേരത്തെ മുട്ട ഒഴിക്കാൻ നേരത്ത് മാറ്റി വെച്ചില്ലേ നടുക്ക് ഇങ്ങനെ, അതുപോലെ മാറ്റി വെച്ചിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റൈസ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഞാൻ കാണിച്ചത് 1 ബൗളാണ്. ഞാൻ പക്ഷേ 1.5 ബൗളിൽ റൈസ് എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ എല്ലാവർക്കും കൂടിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. വീട്ടിലുള്ള എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് നല്ലോണം റൈസും മുട്ടയുടെ കൂട്ടുമായിട്ട് നല്ലോണം യോജിപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും ഇതൊന്ന് എത്തണം. അപ്പോൾ സമയമെടുത്ത് നല്ലോണം പിടിച്ച് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടി, പിന്നെ നേരത്തെ കുറച്ച് ഗരം മസാല ബാക്കി വെച്ചില്ലേ, അത് നമുക്കിത് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് നല്ലോണം ഇളക്കുക. ഈ മസാല എല്ലാം ഒന്ന് എല്ലാ സ്ഥലത്തും ഇട്ടിട്ട് എന്നിട്ട് അതിലേക്ക് മല്ലി ചെപ്പിട്ട് കൊടുത്തിട്ട് തീ ഒന്ന് കുറയ്ക്കാം. തീ കുറച്ചിട്ട് ഇനി ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം. എന്ന് വെച്ചാൽ എല്ലാത്തിലും ആ ഒരു ആവി ഇങ്ങനെ കയറി ഒരു നല്ലൊരു മണവും നല്ല ടേസ്റ്റും കിട്ടും. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം കേട്ടോ.
എല്ലാവരും ഈ ഫുൾ വീഡിയോ കണ്ടെന്ന് വിശ്വസിക്കുന്നത്. ആക്ച്വലി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പിയാണ്, പക്ഷെ എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ, ബിഗിനേഴ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഭയങ്കര ഈസി ആയിട്ട് വീട്ടിലിങ്ങനെ ഒരുപാട് കറികളൊന്നുമില്ല, മുട്ടയുണ്ട് എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത വീഡിയോ എന്ത് റെസിപ്പിയാണ് കാണാൻ ആഗ്രഹം, അങ്ങനെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം. അപ്പോ ഇതിലും നല്ലൊരു റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെയിലി ബ്ലോഗോ എന്തെങ്കിലും വീഡിയോ ഉടനെ തന്നെ കാണാം. ബൈ.